സിറിയ വിമതർ പിടിച്ചെടുത്തപ്പോൾ എല്ലാം നേടിയെന്ന് ആഘോഷിച്ചത് ഇസ്രായേലാണ്. വിമതരുടെ ഭരണം തങ്ങൾക്ക് അഭികാമ്യമാകുമെന്ന് കരുതി. അതിനു ഉപരിയായി വിമതരെ ശിഖണ്ഡികളാക്കിക്കൊണ്ട് സിറിയ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും ഇസ്രായേൽ തുടരുന്നു. സിറിയയിലെ ആയുധ കേന്ദ്രങ്ങൾക്ക് നേരെ പലവട്ടം ആക്രമണം നടത്തി ഇസ്രായേൽ. അസദ് ഭരണകൂടം ഉണ്ടാക്കിയെടുത്ത രാസായുധങ്ങളും എല്ലാം തകർത്തു. മാത്രമല്ല, സിറിയയിലെ 500 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ഇസ്രായേൽ പിടിച്ചെടുത്തു എന്നാണ് റിപ്പോർട്ട്. അങ്ങനെ സിറിയയിൽ എല്ലാ തരത്തിലും വിളയാടുകയാണ് ഇസ്രായേൽ. പക്ഷേ സിറിയൻ വിമതർ പറഞ്ഞു കഴിഞ്ഞു, ഈ വിളയാട്ടം നിർത്തിയില്ലെങ്കിൽ അങ്ങ് ഇസ്രായേലിലേക്ക് ഞങ്ങൾ വരും. ഇസ്രായേലിന്റെ അധീനതയിലുള്ള ഗൊലാൻ കുന്നുകളും ജെറുസലേമും എല്ലാം പിടിച്ചെടുക്കാൻ. ഇതോടുകൂടി സിറിയയിലേക്കുള്ള ആക്രമണത്തിന് അല്പം ഒരു അയവ് കൊടുത്തിരിക്കുകയാണ് ഇസ്രായേൽ. അതിനിടയിലാണ് ഹൂത്തി വിമതർ മുമ്പത്തെ പോലെ പിന്നീടും ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. ഹൂത്തി വിമതരുടെ പ്രസ്റ്റീജ് മിസൈലാണ് പലസ്തീൻ 2 മിസൈൽ ഉപയോഗിച്ച് ഹൂത്തി വിമതർ ടെൽ അവീവിലേക്ക് ആക്രമണം നടത്തിയതായ റിപ്പോർട്ട് പുറത്തു വരുന്നു. ആക്രമണത്തിന് മറുപടിയായി ഹൂത്തി വിമതരുടെ ആസ്ഥാനങ്ങളിലേക്ക് യമൻ ആസ്ഥാനമായ അല്ലെങ്കിൽ യമനിലുള്ള ഹൂത്തി വിമതരുടെ ആസ്ഥാനങ്ങളിലേക്ക് ഇസ്രായേലും ആക്രമണം നടത്തി. പക്ഷേ പലസ്തീൻ 2 മിസൈലുകൾ അങ്ങേയറ്റം അപകടകാരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. കാരണം ടെൽ അവീവിനെ പ്രകമ്പനം കൊള്ളിച്ചു ഹൂത്തികളുടെ പലസ്തീൻ 2 മിസൈലുകൾ. ടെൽ അവീവിലുള്ള ഇസ്രായേലിന്റെ പാർലമെന്റ് മന്ദിരത്തിന് സമീപം വരെ എത്തി അവരുടെ മിസൈലുകൾ. പലസ്തീൻ 2 മിസൈലുകൾ ഉപയോഗിച്ചതോടുകൂടി ഇസ്രായേൽ കിടുങ്ങി വിറയ്ക്കുകയാണ്. ഇസ്രായേൽ പ്രകമ്പനം കൊള്ളുകയാണ്. ഹൂത്തികൾ അപ്രതീക്ഷിതമായ സമയങ്ങളിലാണ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നത്. പക്ഷെ ആ ആക്രമണം തത്സമയം റിപ്പോർട്ട് ചെയ്യാൻ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന വിദേശ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. അൽ ജസീറ, ഹിന്ദുസ്ഥാൻ ടൈംസ്, ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ അപൂർവ മാധ്യമങ്ങൾ മാത്രമാണ് കൃത്യമായ യുദ്ധഭൂമിയിൽ നിന്നുള്ള റിപ്പോർട്ട് നൽകുന്നത്. പലസ്തീൻ 2 മിസൈലുകൾ ടെൽ അവീവിനെ ലക്ഷ്യമാക്കി പോയതും അത് ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തടയാൻ ശ്രമിച്ചതും ഇസ്രായേൽ പാർലമെന്റ് മന്ദിരത്തിന് സമീപം വരെ മിസൈലുകൾ എത്തിയതും ഒക്കെ ഇപ്പോൾ എല്ലാവരും പുറത്തുവിടുന്നു. അതിന് മറുപടിയായി ഇസ്രായേൽ യമനിൽ ആക്രമണം നടത്തിയെങ്കിലും ആ ആക്രമണം ഫലം കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം മറ്റൊരു സംഭവം കൂടെ നടക്കുകയാണ്. സിറിയൻ വിമതർ ഇസ്രായേലിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. കാരണം അവർക്ക് പറ്റില്ല. അവർ പിടിച്ചെടുത്ത രാജ്യത്ത് നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്ന മറ്റൊരു രാജ്യത്തെ സഹിക്കാൻ അവർക്ക് പറ്റില്ല. സിറിയ അവർ പിടിച്ചെടുത്തതാണ്. ഒരുപാട് കാലത്തെ ആഭ്യന്തര കലാപത്തെ തുടർന്ന് അവർ പിടിച്ചെടുത്ത രാജ്യമാണ് സിറിയ. അവർ പിടിച്ചെടുത്ത ഭരണമാണ് സിറിയയിലുള്ളത്. പക്ഷേ സാധാരണ ജനങ്ങളെ അസ്വസ്ഥമാക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുന്നു സിറിയയിൽ. ഈ സാഹചര്യത്തിലാണ് സിറിയൻ വിമതർ ഇസ്രായേലിനോട് പറഞ്ഞത്, ആക്രമണം നിർത്തുക, ഞങ്ങളുടെ ആയുധപ്പുരകൾക്ക് മേൽ നിങ്ങളുടെ മിസൈലുകൾ വരേണ്ട കാര്യമില്ല, ഞങ്ങളുടെ ആയുധപ്പുരയ്ക്ക് മേൽ നിങ്ങളുടെ ബോംബുകൾ വരേണ്ട കാര്യമില്ല. എന്തായാലും ഇസ്രായേൽ പാർലമെന്റ് മന്ദിരത്തിന് നേരെ ഹൂത്തികളുടെ മിസൈൽ എത്തി നിൽക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്ക് ഒരു വകയുമില്ല.